ഈ പുല്ലെല്ലാം വായിച്ചിട്ടുള്ള ഒരുത്തനെ. ഈ ദിവ്യ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ പുല്ല് വായിച്ചവനാണ്. ഈ ഒരു പുല്ലും ഇതിനകത്തൊന്നും ശുദ്ധ അസംബന്ധം പിടിച്ച കാര്യങ്ങൾ പഴയ കോന്തന്മാർ എഴുതി വെച്ചിരിക്കുന്ന അവനെല്ലാം ഈ ഋഷി എന്ന് വിളിക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു കാര്യവും ഇല്ല. കോടതി 5 കോടി കേസ് കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലമാണ്. കെട്ടിക്കിടക്കുകയാണ്. അവിടെ നിന്ന് നീതി കിട്ടുമെന്ന് ആർക്കെങ്കിലും വിചാരിക്കേണ്ട കാര്യമുണ്ട്. പിന്നെന്താടാ സുപ്രീം കോടതി? ആരാടാ ഈ സുപ്രീം കോടതി? വില്ലേജ് ഓഫീസിനകത്തെ ഓഫീസർ, തഹസീൽദാർ, കളക്ടർ, ഗവർണർ, ആരുടെ അവനൊക്കെ പോകാൻ തോന്നുമോ? ഒറ്റയ്ക്ക് നിങ്ങൾ പോകുമോ പോലീസ് സ്റ്റേഷൻ? ഒറ്റയ്ക്ക് പോകുന്നു. നിങ്ങൾ വ്യക്തിപരമായി എനിക്ക് ഭയങ്കര ധീരയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയല്ല, എനിക്ക് പോകേണ്ട സാഹചര്യം വന്നാൽ ആരും ഇല്ലെങ്കിൽ എനിക്ക് പോയില്ലേ പറ്റൂ. ഞാൻ പോകും, പോലീസ് സ്റ്റേഷനിൽ പോകും എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ ഒരു മൂച്ചും ഒരു അടി കിട്ടുമ്പോൾ തീരും. ഞാൻ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. ഒരു സ്ത്രീ യഥാർത്ഥത്തിൽ ഞാൻ അവളെ ഉപദ്രവിച്ചു എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ത്രീ കേരളത്തിലുണ്ടോ? ഒരു 10 കൊല്ലം കഴിഞ്ഞ് ഇവിടെ ഒരു കോമറ്റ് വരും, ആയിരക്കണക്കിന് കോമറ്റുകൾ വരും. എളുപ്പമൊക്കെ ഉണ്ടാവും. ഞാൻ കുറേ നാൾ കഴിയുമ്പോൾ ചത്തുപോകും. വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഭൂമി കുലുങ്ങും. നിങ്ങളും ഞാനും കാണത്തില്ല അതൊക്കെ പരിശോധിക്കാനും. ഇന്ന് നമ്മൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ കേൾക്കുന്ന ഈ സ്ഥലം ഉണ്ടാക്കിയെടുക്കുന്നത് ഏത് റിലീജിയനാണ് സഹായിച്ചത്? ഭഗവത്ഗീതയ്ക്കകത്ത് ഈ ക്യാമറ ഉണ്ടാക്കുന്നതിനോ ഈ ടെലിവിഷൻ ഉണ്ടാക്കുന്നതിനോ വല്ലതും സഹായിക്കുമോ? ബൈബിളിനകത്ത് സഹായിക്കുമോ? ഖുർആനകത്ത് സഹായിക്കുമോ? ഒന്നുമില്ല. ഈ ഗ്രന്ഥങ്ങളൊന്നും ഇല്ലെങ്കിലും ഒന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് അത് വെറുതെ പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു ദൈവത്തിനെങ്കിലും വിവരമുണ്ടെങ്കിൽ AK-47 കൊടുക്കത്തില്ലേ ഈ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ? നല്ല ആയുധം അതല്ലേ. അതിന് അമ്പും വില്ലും കൊടുക്കുമോ? പണ്ട് വീല് കണ്ടുപിടിച്ചതിൻ്റെ പേര് നിങ്ങൾക്കറിയാം? ഇവിടെ ഒന്നും അറിഞ്ഞൂടാ. ഈ കോന്തന്മാരായിരിക്കുന്ന ഭഗവത്ഗീത എഴുതിയവൻ്റെ പേര് നമുക്കറിയാം. ബൈബിൾ എഴുതിയവൻ്റെ പേരറിയാം. കാശിന് കൊള്ളാത്ത പുസ്തകങ്ങൾ ഇതൊക്കെ യൂസ്ലെസ് ആണ്. ഇപ്പോൾ ഉള്ള ഏത് ദൈവത്തിനെയും എൻ്റെ ദേഹത്തെ ഈ പൂട കറപ്പിക്കാൻ കഴിവുള്ള ഒന്നുമില്ല. വെറുതെ പറയുന്നത് യൂസ്ലെസ്. അത് പറയാനും അവകാശം, എനിക്ക് അവകാശമുണ്ട് ഈ വിഷയം പറയാൻ. ഉപയോഗപ്രദ ഒരു കാര്യമില്ലാത്ത ചോദ്യോത്തരവാണ് ഇപ്പം നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ എന്ന് യൂസ്ലെസ് ആയിട്ട് നമ്മൾ അവസാനം വേണ്ടി പോകും. അത് അവിടെ എത്തിച്ചേരാതിരിക്കാനാണ് ഇത്ര പാടുപെടുന്നത്. ഓരോ സന്ദർഭത്തിനകത്ത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനകത്തുനിന്ന് അവരൊരു പങ്കെടുക്കും. അതിനെയാണ് പിന്നെ ഇപ്പം നമ്മൾ ടാക്സ് എന്ന് പറയുന്നത്. ഇത്ര അറിയണം. പണ്ട് ചുങ്കം പിരിക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ ഇവിടുന്ന് തലേ ചുമടിൽ നിങ്ങളൊരു സാധനം കൊണ്ടുപോകുമ്പോൾ ഓരോ ചുങ്കത്തറയിലും നിങ്ങൾ അവിടുന്ന് ഈ സാധനത്തിന് പങ്ക് കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം അവിടെ അവരെല്ലാവരും ജീവിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിങ്ങളെ ചൂഷണം ചെയ്തുണ്ടാക്കുന്നതാണ് രാജാവ്. അതിനുവേണ്ടി പിരിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള ഈ സംവിധാനങ്ങളെയാണ് നമ്മൾ എടുത്തിട്ട് നമുക്കനുകൂലമായി ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഈ ജനപ്രതിനിധികളെ വിട്ടത്. അതങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് അഴിക്കേണ്ടത്. അത് ഇതുവരെ നമുക്ക് ചെയ്തിട്ടില്ല. കോടതി 5 കോടി കേസ് കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലമാണ്. കെട്ടിക്കിടക്കുകയാണ്. അവിടെ നിന്ന് നീതി കിട്ടുമെന്ന് ആർക്കെങ്കിലും വിചാരിക്കേണ്ട കാര്യമുണ്ടോ? ഇനി കോടതിയെപ്പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മളൊന്നുകൂടെ ആലോചിക്കുക. ഗവൺമെൻറ്റിനെ പറ്റി നമ്മളിപ്പോൾ എന്താ എഴുതാറുള്ളത്? ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. ഇങ്ങനെയല്ലേ പറയുന്നത്? ആരാണ് പരമാധികാരി? ജനങ്ങൾക്കാണ് പരമാധികാരം. ഓഫ് ദ പീപ്പിൾ, ബൈ. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ജനാധിപത്യം അവർ ക്ലാസ്സിൽ പഠിപ്പിച്ചില്ലെന്ന് പറയുന്നത്. ഞാനതായി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്ന് നമ്മൾ എഴുതി വെച്ച് ജനങ്ങൾക്കാണ് പരമാധികാരമെന്ന് തിരഞ്ഞെടുത്ത് നമ്മുടെ പ്രതിനിധികളെയാണ് വിടുന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെന്താടാ സുപ്രീം കോടതി? ആരാടാ ഈ സുപ്രീം കോടതി? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. മജിസ്ട്രേറ്റ് കോടതി, ജില്ലാ മജിസ്ട്രേറ്റ് കോടതി, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി. ഇതെന്ത് കുന്തം? അത് എന്ത് ജനാധിപത്യമായിട്ട് ഇതിനും ബന്ധം?
ഒരു ബന്ധമില്ല. ചീഫ് സെക്രട്ടറി, അണ്ടർ സെക്രട്ടറി, എത്ര സെക്രട്ടറി, ഇതൊന്നും നമ്മുടെ ജനാധിപത്യത്തിൽ ഒരു ബന്ധമില്ല. വില്ലേജ് ഓഫീസിനകത്തെ ഓഫീസർ, തഹസീൽദാർ, കളക്ടർ, ഗവർണർ, ഇത് ആരുടെ അവനൊക്കെ? ഇതൊന്നും വേണ്ടാന്നാണോ പറയുന്നത്? ഇവരൊന്നും വേണ്ടാത്ത, ഇത് രാജാവിൻ്റെ കിങ്കരന്മാരാണ് ഈ ഇരിക്കുന്നത്. അതിൻ്റെ മണ്ടേ നമ്മൾ പോയിരുന്നാൽ നമുക്ക് നിങ്ങളുടെ ഈ തോക്ക് വന്നിട്ട് അയലത്തുള്ളവരോട് സ്നേഹിക്കുന്നതിന് ഈ തോക്ക് ഉപയോഗിക്കുന്നു പറഞ്ഞാൽ നിങ്ങളുടെ തോക്ക് വെച്ച് അവരെ വെടിവെക്കുമ്പോൾ അവർ വീഴും. അവിടെ ചെന്നിട്ട് പിന്നെ എന്ത് ചത്ത ജേടത്തിനടുത്ത് നിങ്ങൾക്ക് മിണ്ടാൻ പറ്റുമോ? പറ്റത്തില്ല. ഇതുകൊണ്ടാണ് നമ്മൾ ഈ സംവിധാനങ്ങളിലെല്ലാം പോയിരുന്ന നമുക്ക് ഒരിക്കലും നമ്മുടേതാണെന്ന് തോന്നത്തില്ല. ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ആരാണ് പ്രധാനി? നമ്മളല്ലേ. നിങ്ങൾക്ക് ഇരിക്കാൻ തോന്നുമോ? അവിടെ പോകാൻ തോന്നുമോ? ഒറ്റയ്ക്ക് നിങ്ങൾ പോകുമോ പോലീസ് സ്റ്റേഷനിൽ? ഒറ്റയ്ക്ക് പോകും. നിങ്ങൾ വ്യക്തിപരമായി എനിക്ക് ഭയങ്കര ധീരയാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ല, എനിക്ക് പോകേണ്ട സാഹചര്യം വന്നാൽ ആരും ഇല്ലെങ്കിൽ എനിക്ക് പോയില്ലേ പറ്റൂ. അത് വേറെ, അതാണ് പോയെങ്കിലേ പറ്റൂ എന്ന് പറയുന്ന വാക്കല്ല അത്. എനിക്ക് പോകേണ്ട സാഹചര്യം അതാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയെന്നാ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ എന്റെ കാര്യങ്ങൾക്ക് ഞാൻ ഒറ്റയ്ക്ക് പോകും. അത് നിങ്ങൾ ഈ നിങ്ങളുടെ വ്യക്തിപരമായ ഒരു മൂച്ചും ഒരു അടി കിട്ടുമ്പോൾ തീരും. ആര് പറഞ്ഞു? ഞാൻ പഠിച്ചിരുന്ന സമയത്തും എന്റെ ആവശ്യങ്ങൾക്ക് ഞാൻ തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുള്ളത്. താങ്കളുടെ ആവശ്യങ്ങൾക്ക് താങ്കൾ പോകുന്ന പോലെ തന്നെ എന്റെ ആവശ്യങ്ങൾക്ക് ഞാനും പോകുന്നത്. ഇതാണ് ഇത്രയും നേരം ഞാൻ കുടം കമത്തി വെച്ച് ഒഴിച്ചാല് വെള്ളം പോകുമെന്ന് പറയുന്ന സ്ഥലമായി. അത് ഞാൻ ഒഴിക്കുന്നത് അങ്ങനെയാണെന്ന് വിചാരിക്കുന്നത് ഞാൻ കമഴ്ത്തി വെച്ച് ഒഴിച്ചു. ഞാൻ പോകും, പോലീസ് സ്റ്റേഷനിൽ പോകും എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലുള്ള ജനങ്ങളെല്ലാം നിങ്ങളെ പോലുള്ള ആളുകളാണ്. അവർക്ക് ആർക്കും പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റത്തില്ലെന്ന് എന്താ അറിയാതെ? ആര് പറഞ്ഞെന്നോ? ഞാൻ പറഞ്ഞത് എന്റെ കാര്യം. ഞാൻ പോലീസ് എന്റെ കാര്യമൊന്നും അല്ല ഞാൻ ചോദിച്ചത്. ഒരുപാട് വ്യക്തികളുണ്ട് ഈ നാട്ടില്. അതൊന്നും അല്ല ജനാധിപത്യം. അപ്പൊ നിങ്ങൾ പറയുന്നുണ്ടായി നിങ്ങൾക്ക് 2 വോട്ടുണ്ടോ? എനിക്ക് ഒറ്റ വോട്ടേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് അത്രയും പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ. അല്ല 1.5 വോട്ട് നിങ്ങളുടെ മൂച്ച് കൊണ്ട് കൊടുക്കത്തില്ലെന്നാ ഞാൻ വോട്ടും പോലീസ് സ്റ്റേഷനിൽ പോകുന്നതും തമ്മിൽ എന്താണ് നിങ്ങൾക്ക്? അത് തന്നെയാണ് നിങ്ങൾക്ക് ഒരു അവകാശമേ ഉള്ളു. നിങ്ങൾ ഈ പറയുന്ന വിഷയമെങ്കിലും മനസ്സിലാക്ക്. സാധാരണ യൂസ്ലെസ് ആയിട്ട് നമ്മൾ അവസാനം വേണ്ടി പോവും. അത് അവിടെ എത്തിച്ചേരാതിരിക്കാനാണ് ഇത്ര പാടുപെടുന്നേ. നിങ്ങളുടെ മൂച്ച് കൊണ്ട് 1.5 വോട്ടില്ല. 1.5 വോട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു സ്പെഷ്യാലിറ്റി അവിടെ ഇല്ല. ഇതാണ് നിങ്ങളുടെ മൂച്ച് കൊണ്ടല്ല. അത് എനിക്ക് മൂച്ചുള്ളത് കാരണമാണ് ഞാൻ 2-3 വോട്ട് ചെയ്യും എന്നൊരാൾ പറഞ്ഞാൽ എടുക്കാൻ പറ്റുമായിരുന്നു. പറ്റത്തില്ല, ഒരു വോട്ടേ പറ്റും. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്പെഷ്യലായി യാതൊന്നും ഇല്ല. ഈ നാട്ടിലുള്ള എല്ലാവരെയും പോലെ നിങ്ങളും. എനിക്കും ഒരു വോട്ടേ ഉള്ളൂ, നിങ്ങൾക്കൊരു വോട്ടേ ഉള്ളൂ. പ്രായം കൊണ്ടോ അറിവ് കൊണ്ടോ ധനം കൊണ്ടോ കൂടത്തില്ലത്. ഈ പോലീസ് സ്റ്റേഷനിൽ പോയി ഇരിക്കുന്നവർ വെറുതെ ചെന്ന് ഇരിക്കുന്നവരല്ലോ. അതിനെക്കുറിച്ച് പഠിച്ചും എക്സാം എഴുതിയും കാര്യങ്ങൾ ഇരിക്കുന്നവരല്ലേ. അപ്പൊ നിങ്ങളും ഞാനും ഒരുപോലെയാണെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ഈ പഠിച്ചത് മുഴുവനും സാധനവും ജോലിക്കാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇത് ഞാനും അവരും ഒരുപോലെയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾ ആ ഇരിക്കുന്ന പോലീസുകാർക്ക് ഇന്ത്യയിലെ ജനാധിപത്യം വന്ന കാര്യം അറിഞ്ഞിട്ടില്ലാത്തവരാണെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, അതായത് മൈത്രേയൻ എന്ന വ്യക്തിയെ എടുക്കുമ്പോൾ പൊതുവേ ഈ സൊസൈറ്റിയിൽ ഭയങ്കര പേടിയായിട്ട് കാണുന്നുണ്ട്. മൈത്രേയനോട് സംസാരിക്കുന്നത് പേടി, എന്ത് ചോദിച്ചാലും മറ്റുള്ളവരെ വായടപ്പിക്കുന്ന രീതിയിലാണ് ഉത്തരം പറയുന്നത്. പേടി പേടി പേടി. മൈത്രേയൻ എന്ന് പറഞ്ഞാൽ പേടി. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എനിക്കാണെങ്കിലും ഇപ്പോൾ സംസാരിക്കുന്നതിന് മുന്നേ വരെ മൈത്രേയൻ എന്ന വ്യക്തിയോട് പേടിയുണ്ടായിരുന്നു. ഈ ഒരു പേടി എന്ന് പറയുന്നത് സൊസൈറ്റി മൈത്രേയന് ചാർത്തി തന്നതാണോ അതോ മൈത്രേയൻ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തെടുത്തതാണോ? ആളുകൾ ഞാൻ സംസാരിക്കുന്ന കാര്യം നിലനിൽക്കുന്ന സംവിധാനങ്ങൾക്ക് തടസ്സമാണെന്നും അതിനെ മാറ്റാനാണ് ശ്രമിക്കുന്നതെന്നും അതിൻ്റെ ഗുണഭോക്താക്കളായിരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ ഉണ്ടാക്കുന്നതാണ്. പണ്ടേ പറഞ്ഞിട്ടില്ലേ, പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്നത്. അവർ എന്നെ പേപ്പട്ടിയാക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അത് നിലനിൽക്കുന്ന സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളിനകത്ത് ഇപ്പം ഞാനിപ്പോൾ ഈ സ്ട്രക്ചറിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിലിരിക്കുന്നവന് എന്നോട് ദേഷ്യം വരും, കോടതിയിലിരിക്കുന്ന ജഡ്ജിക്ക് എന്നോട് ദേഷ്യം വരും, വില്ലേജ് ഓഫീസിലിരിക്കുന്ന വില്ലേജ് ഓഫീസർക്ക് ദേഷ്യം വരും, കളക്ടർക്ക് എന്നോട് ദേഷ്യം വരും, ഗവർണർക്ക് എന്നോട് ദേഷ്യം വരും, ചീഫ് മിനിസ്റ്റർക്ക് ദേഷ്യം വരും, ചീഫ് സെക്രട്ടറിക്ക് ദേഷ്യം വരും. ഇവർക്ക് എല്ലാവർക്കും ദേഷ്യം വരും. കാരണം അവരെല്ലാവരും ഇതിൻ്റെ ആനുകൂല്യം പറ്റിയിരിക്കുന്ന മനുഷ്യരാണ്. ആ ആനുകൂല്യം പറ്റിയിരിക്കുന്ന മനുഷ്യർ ഈ ആളിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ എന്തെല്ലാം തരത്തിൽ ചെയ്യാൻ പറ്റുമോ അത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടുത്തെ നിലനിൽക്കുന്ന അധികാരഘടനയ്ക്ക് അനുസൃതമായിട്ട്
അതിനകത്ത് പങ്കുപറ്റി നിൽക്കുന്ന ഒരു വശം മീഡിയയ്ക്ക്. പ്രിൻ്റ് മീഡിയ ആയാലും വിഷ്വൽ മീഡിയ ആയാലും ഈ പണിയുണ്ട്. അല്പം വ്യത്യാസം വന്നിരിക്കുന്നത് ഇപ്പം നിങ്ങൾ ഈ ഓൺലൈൻ, കാരണം നിങ്ങൾക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ഇൻ്റർനെറ്റൊന്നും നിങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങളിനകത്ത് കിട്ടിയിരിക്കുന്ന ഒരു ചെറിയ വിടവുണ്ട് പക്ഷേ ഇതിൻ്റെ മോണിറ്ററിങ് ശക്തമാക്കി അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ആ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നിയന്ത്രിക്കപ്പെട്ടു. ഇങ്ങനെ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്ന പഴയ സംവിധാനങ്ങളാണ് പത്രം, ടെലിവിഷനും. അതിനകത്തിരിക്കുന്ന മുഴുവൻ ആൾക്കാരെ സംബന്ധിച്ചോളം അധികാരഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ചേർന്ന് നിന്നില്ലെന്നുണ്ടെങ്കിൽ പരസ്യം കിട്ടാതെ പൂട്ടിപ്പോവും. ഒരു നിയമം കൊണ്ട് അവർ തടഞ്ഞു കളയും. ഈ ഭയം നിൽക്കുന്നതുകൊണ്ട് ഇവിടുത്തെ ഏത് തരത്തിലുള്ള അധികാരമായിട്ട് നിൽക്കുന്ന വിഭാഗം, ഞാൻ സംസാരിക്കുന്ന സമയത്ത് ആരെയൊക്കെയാണ് ടച്ച് ചെയ്തിരിക്കുന്നത്, അവർക്ക് അനുകൂലമായിട്ട് ഇത് പെയിൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആവശ്യമാണ്. ഇപ്പോൾ മീഡിയക്കകത്ത് ആ പണി നടക്കും. ഇപ്പം ഞാൻ പണ്ട് പത്രത്തിനകത്ത്, അന്ന് ടെലിവിഷൻ വന്നിട്ടില്ലാത്ത കാലത്തും പത്രത്തിൽ എഴുതിയിട്ടുള്ള ആളാണ്. എഴുതുമ്പോൾ മുഴുവൻ എഡിറ്റ് ചെയ്ത് കളയും. നമ്മൾ അന്തം വിട്ടു പോകും. നമ്മൾ എഴുതി കൊടുത്ത സാധനമല്ല, നമ്മുടെ പേരിലൊരു ലേഖനം വരുന്നുണ്ട്, പക്ഷേ ആ ലേഖനത്തിനകത്ത് നമ്മൾ എന്താണോ എഴുതിയത് അതിൻ്റെ എത്ര ഇഷ്ടമുള്ള സ്ഥലങ്ങൾ മുഴുവൻ എഡിറ്റ് ചെയ്ത് കളയും. അന്ന് എഡിറ്റർമാരിൽ കൂടെ അല്ലാതെ നമുക്കൊരു ലേഖനം പ്രസിദ്ധീകരിക്കാൻ പറ്റത്തില്ല. ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഇഷ്ടമുള്ള പേജിൽ ഇഷ്ടമുള്ളത് എഴുതാൻ പറ്റുന്ന ഈ സ്പേസ് അന്നില്ല. അപ്പം പത്രത്തിനകത്ത് കടന്നു പോകണമെങ്കിൽ, മനോരമയ്ക്കകത്തൊരു ലേഖനം വരണമെങ്കിൽ, മാതൃഭൂമിയിൽ ലേഖനം വരണമെങ്കിൽ വേറെ ഒരു വഴിയില്ല. എഡിറ്ററുടെ കയ്യിൽ കൂടെ കടന്നു പോയിട്ടുള്ളതേ വരത്തുള്ളൂ. കൃത്യമായി മോണിറ്റർ ചെയ്ത് അവരുടെ സ്ഥാപനത്തിനും നഷ്ടം വരാതെ ഗവൺമെൻറ്റിനും കോട്ടം വരാതെ നമ്മളെ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുക എന്ന് പറയുന്ന സാധനമേ വരുള്ളൂ. നമ്മൾ ഭയങ്കര സമര രീതിയിലുള്ള സാധനങ്ങൾ എഴുതുന്നത്. നമ്മൾ ആകെപ്പാടെ രാത്രി പോയിട്ട് പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ എഴുതിയത് കാണിക്കാറ്. അത് വളരെ കുറച്ചേ ഉള്ളൂ. അടുത്തത് ടെലിവിഷൻ വന്നു. ആദ്യം ദൂരദർശനാണ് വന്നത്. ആ ദൂരദർശനകത്ത് എനിക്ക് വന്ന് 2 തവണ എങ്ങാണ്ട് തന്നെ ഞാൻ പോയിട്ടുള്ളത്. അത് തന്നെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കാണിക്കുന്ന സ്ഥലത്ത്. ലൈവ് ഷോയിൽ ഒരു കാലത്ത് ഒരു കൊണ്ടുപോയിട്ടില്ല. കാരണം ഞാൻ എന്ത് പറയുമെന്ന് അവർക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവിടോട്ട് കടത്തിയിട്ടേ ഇല്ല. അപ്പം അതിന് ശേഷം ഏഷ്യാനെറ്റ് പോലുള്ള പ്രൈവറ്റ് കേബിൾ ടെലിവിഷൻ വന്നു. ആ വന്ന സമയത്ത്, തുടങ്ങിയ സമയത്ത് ഞാൻ അതിനകത്തൊരു പ്രധാന ആളായിരുന്നു. നിങ്ങളിന്ന് കാണുന്ന ശ്രീകണ്ഠൻ നായരുടെ സകല ഇതിനകത്ത് ഞാനന്നുണ്ടായിരുന്നു. അവരതിനകത്ത് ഞാൻ ഏഷ്യാനെറ്റ് ആദ്യത്തെ കേബിൾ ടെലിവിഷനായിരുന്നു. എൻ്റെ സുഹൃത്തുക്കളായിരുന്ന ആൾക്കാരായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്ന മുഴുവൻ പേരും. അത് അതിൻ്റെ നടത്തിക്കൊണ്ട് പോകുന്ന ശശികുമാർ തൊട്ട് സക്കറിയായും BRP ഭാസ്കർ, ഇവർ മുഴുവൻ പേഴ്സണൽ ഫ്രണ്ട്സാണ്. അവിടെ ഞാനൊരു പണിക്കാരനല്ലായിരുന്നു എന്നൊഴിച്ച് ബാക്കി മുഴുവൻ അതിനകത്ത് പങ്കാളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. എൻ്റെ സുഹൃത്തുക്കളായിരുന്നു അതിനകത്ത് വാർത്തകൾ മുഴുവൻ വായിക്കുന്നത്. എല്ലാവരും ആദ്യത്തെ കുറച്ച് നാൾ കുറച്ച് സ്വാതന്ത്ര്യത്തോടെ ഞാൻ ഈ ടെലിവിഷൻ, ഈ പ്രിൻ്റ് മീഡിയയ്ക്കകത്ത് പറയാൻ പറ്റാത്തതൊക്കെ പറയാൻ അവർ അനുവദിക്കുമായിരുന്നു. അതൊരു 5 വർഷം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഇത് വലുതായി, നാട്ടിൽ എസ്റ്റാബ്ലിഷ്ഡായി, പരസ്യങ്ങളെല്ലാം കറക്റ്റായി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ചർച്ചയ്ക്ക് അവിടെ പോയി ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ അത് മുഴുവൻ എഡിറ്റ് ചെയ്ത് വരും. ആ എഡിറ്റ് ചെയ്ത് തുടങ്ങി ഞാൻ മന്ത്രിമാരെയൊക്കെ ഞാൻ കളിയാക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന തരത്തിൽ സംസാരിക്കുമായിരുന്നു. ആ ചെയ്യുന്ന മുഴുവൻ എഡിറ്റ് ചെയ്ത് കളയും. അവസാനം ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആൾക്കാർ എന്നോട് ചോദിക്കും, നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഈ മന്ത്രി ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളെന്താ മറുപടി പറയാത്തതെന്ന് ചോദിക്കും. ഞാൻ മറുപടി പറഞ്ഞതാ, പക്ഷേ ഇല്ല. 2002 ആയതിനു ശേഷം ഞാൻ 2002 അപ്പോഴത്തേന് ഏഷ്യാനെറ്റൊക്കെ വളർന്ന് സൂര്യ വന്ന് ചെറിയ ടെലിവിഷൻ കേബിൾ ടെലിവിഷൻ തന്നെ വേറെ ഉണ്ടായി. ഇതെല്ലാം വന്നു. പക്ഷേ ഇതിനകത്തൊന്നും പോയിട്ട് ഞാൻ ആദ്യം ചെയ്തിരുന്ന തരത്തിൽ സംസാരിക്കാനോ പറയാനോ പിന്നെ കഴിഞ്ഞിട്ടേ ഇല്ല. അതിനുശേഷം ഞാൻ പോകുന്നത് തന്നെ ഞാൻ തന്നെ കുറച്ച് കാരണം ഒരു ആവശ്യമില്ല, ഞാനവിടെ പോയിട്ട് പറയുന്ന കാരണം കൊണ്ട് ഒരു അഭിപ്രായം വരത്തില്ല. അങ്ങനെ വന്നിട്ട് ഞാൻ ആ സമയത്ത് ചെയ്തിരുന്നത്, എനിക്കൊരു കാര്യത്തിൻ്റെ മേളിൽ അഭിപ്രായം ഉണ്ടെങ്കിൽ എഴുതി അന്ന് ഫോട്ടോ കോപ്പി വന്നു. അതിന് മുമ്പ് ഞാൻ ചെയ്തിരുന്നതെന്ന് പറയുന്നത് ഒരു കത്ത് എഴുതിയിട്ട് 5 കോപ്പി വെച്ച് കാർബൺ എഴുതിയിട്ട് ഒരു 10-200 പേർക്ക് അയച്ചു കൊടുക്കും. നാട്ടിലെ അഭിപ്രായങ്ങളൊക്കെ പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അയക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഫോട്ടോ കോപ്പി എന്ന് പറയുന്ന സാധനം വന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഇത് എടുത്തിട്ട് 500 പേർക്ക് അയക്കുമായിരുന്നു.
കാരണം ഈ പത്രത്തിനകത്തോ ടെലിവിഷനകത്തോ എനിക്ക് യാതൊരു സ്പേസും ഒരു തരത്തില്ല. 500 പേർക്ക് അയക്കുമ്പോൾ നിരന്തരമായിട്ട് ഞാൻ ഈ കത്തുകളല്ല, ഞാൻ ഇപ്പോൾ ഈ മദ്യത്തിൻ്റെ ഇഷ്യൂ ഒക്കെ വന്നിരുന്ന സമയത്ത് കെ ആന്റണിക്ക് അയച്ച കത്തൊക്കെ ഞാൻ ഇതിനകത്തൂടെ അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഈ 500 പേരെന്ന് പറയുന്നത് നാട്ടിലെ ഒപ്പീനിയൻ മേക്കേഴ്സ് നമ്മൾ പറയാൻ വെക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രസംഗിക്കുന്നവരോ എഴുതുന്നവരോ ശില്പികളൊക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ സിനിമാക്കാരായിരിക്കുന്ന ഈ ആൾക്കാർക്കും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് അവരുടെ ബഹുജന പ്രസ്ഥാനങ്ങളിനകത്ത് പ്രസിഡന്റ്, സെക്രട്ടറി ഇങ്ങനെയുള്ള മുഴുവൻ പേരുടെയും നമ്പർ ഇട്ട് ഇവരുടെ മുഴുവൻ അഡ്രസ്സ് കളക്ട് ചെയ്തിട്ട് ചെയ്യും. ഇത് അന്ന് ധനം പോലും ഇല്ല. ഈ ഫോട്ടോ കോപ്പി എടുക്കുകയാണെങ്കിൽ ഒരു പേജിന് ₹1 കൊടുക്കണം. അങ്ങനെ ചെയ്ത് ഇട്ട് നമ്മൾ ഞാനിതിങ്ങനെ നിരന്തരം അയക്കുമായിരുന്നു. കാരണം സമാന്തരം വേറെ ഒരു സ്പേസ് ഇല്ല. ഇതിന് ശേഷമാണ് ഒരു 2000 ആയപ്പോഴാണ് ഈ ഇൻ്റർനെറ്റ് വരാൻ തുടങ്ങിയത്. അതിന് മുമ്പ് ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ ഡയലപ്പ് എന്ന് പറയുന്ന സാധനം വെച്ചിട്ട് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. കുറേ കത്തുകൾ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ ഒരു ചേഞ്ച് ഇൻ്റർനെറ്റിനകത്ത് 2005 വരെ ഞാൻ കുറച്ച് എഴുതുകയും ഞാൻ ഇൻ്റർനാഷണലായിട്ട് എഴുതുകയും പറയുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്പേസ് തരത്തില്ല എന്നുള്ളത് നിർണ്ണയിക്കുന്ന സ്ഥലമായിരുന്നു. അത് നിങ്ങൾ അറിയേണ്ടതാണ്. അങ്ങനെ നമ്മളൊക്കെ പറയുകയും സംസാരിക്കുകയും ചെയ്തിരുന്ന എവിടെ പോയി എന്നൊക്കെ ആൾക്കാർ ചോദിക്കും. ഇത് യഥാർത്ഥത്തിൽ നിർണീതം ഡിറ്റർമിൻഡ് ആയിട്ടുള്ള സ്ഥലമാണ്. ഈ മീഡിയയുടെ ലോകത്തുണ്ടായിരുന്നവർ പെയിൻറ്റ് ചെയ്തുണ്ടാക്കിയ ഒന്നിനെ പറ്റിയാണ് നിങ്ങൾ ഈ പറയുന്നത്. ഇപ്പം ഞാൻ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം ഇവരുടെ നിയന്ത്രണത്തിലോ കട്ട് ചെയ്യേണ്ട സ്ഥലങ്ങളോ ഒന്നുമല്ലാതെ ഓൺലൈൻ മാഗസിനെ ഒക്കെ പൂട്ടിക്കുന്നതിനൊക്കെ അവർ ഇടയ്ക്ക് ഇൻഡാസൊക്കെ അയക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു ഭിത്തി വാൾ, നമ്മുടെ ഒരു സ്ഥലം, അവിടെ എന്ത് എഴുതാൻ പറ്റുന്ന സ്ഥലത്ത് വരെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ സൈബർ പോലീസും ഒക്കെ വന്നിട്ടുണ്ട് അവിടെയൊക്കെ. പക്ഷെ അപ്പോഴും നമുക്ക് കുറച്ച് അഭിപ്രായം എഴുതാൻ പറ്റും. ഈ ഒരു സ്പേസ് വരുന്നത് വരെ എക്സ്പ്രഷനേ ഇല്ലായിരുന്നു. ആ സമയത്ത് എന്ത് ചെയ്തിട്ടുള്ള സാധനത്തിന് മുഴുവനും ഇവർ ചെയ്യുന്നത് ഇപ്പം അവർക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റാത്ത തരത്തിൽ ഇൻ്റർനെറ്റ് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് പട്ടിയെ പേപ്പട്ടിയാക്കിയത്. അപ്പം നിങ്ങൾ എന്നെ ഭയന്നു എന്ന് പറയുന്ന സാധനം ചോദിച്ച ചോദ്യത്തിന് ഇത്രയും നിയന്ത്രണത്തിനകത്തൂടെ ചാടി പുറത്തിറങ്ങി നിന്ന് ഒരു 4 വരി പറയാൻ എനിക്ക് കഴിയുന്നു എന്നുള്ളത് മാത്രം. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് കേട്ടാൽ നിങ്ങൾക്കറിയാം ഇത് പറയപ്പെടേണ്ടതാണെന്ന് മനസ്സിലാകുന്നവർ തന്നെയാണ്. പക്ഷേ ഇത് പറയപ്പെടുമ്പോൾ ഉണ്ടാകുന്നത് ഈ പറഞ്ഞ രാജാവിന് പകരം നമ്മളെ ഇന്ന് ഭരിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് നഷ്ടം ഉണ്ടാകുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. ആ സ്ട്രക്ചർ മാറണമെന്ന് പറയുന്നത് അവർക്ക് അപകടമാണെന്നറിയാം. ഇപ്പോൾ ഇന്നലെ വന്നാണ് അന്ധവിശ്വാസ ബില്ല് വരണ്ടെന്ന് പറയുന്നത്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു പ്രേത ഗവൺമെൻറ് എങ്ങനെ യൂസ്ലെസ്. അല്ല, എന്തുകൊണ്ടാണ് അത് വരുന്നത്? ധാബോൾക്കർ ചത്തത് അതിനു വേണ്ടിയാണ്, പൻസാരെ ചത്തത് അതിനു വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ആ 2 സയൻറ്റിസ്റ്റുകൾ അവർ സാമൂഹികമായിട്ട് ഇത്തരത്തിലുള്ള കാര്യത്തിനകത്ത് ഏറ്റവും വലിയ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസമാണ്. പക്ഷേ അതിനെപ്പറ്റി നമ്മളിന്ന് സംസാരിക്കാതിരിക്കുന്നത് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്നിടത്തെങ്കിലും തുടങ്ങണം എന്ന് പറയുന്നത് കാരണം കൊണ്ടാണ് ഈ ആവിചാര പ്രക്രിയ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ മനുഷ്യർക്ക് പഠിപ്പിക്കുന്നത്. സയൻസ് പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. അവരാണിത് പറ്റത്തില്ലെന്ന് പറയുന്നത്. ഇവിടുത്തെ പുരോഗമനവാദികളെന്ന് പറയുന്നവരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണിത് പറ്റത്തില്ലെന്ന് പറയുന്നത്. എത്ര അസംബന്ധമാണെന്ന് ആലോചിച്ചു. എത്ര പാടുപെട്ടിട്ടാണ് ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായിട്ട് എവല്യൂഷൻ പഠിപ്പിക്കുന്ന സ്കൂളിനകത്ത് ദൈവപ്രാർത്ഥന എന്താണ്? ഓരോ വോട്ട് കൂടുതൽ വേണം. ഓരോ വോട്ട് കൂടുതൽ കിട്ടിയാലേ ജയിക്കത്തുള്ളൂ. എങ്ങനെങ്കിലും ജയിക്കണമെന്ന് പറഞ്ഞാൽ എന്നിട്ട് പാർലമെൻ്ററി വ്യാമോഹം ഞങ്ങൾക്കില്ല എന്ന് പറയുന്ന ന്യായമൊക്കെ പറയും. ഇതുപോലുള്ള അസംബന്ധങ്ങൾ നിലനിൽക്കുന്ന സമൂഹത്തിനകത്ത് പറയുക അല്ലാതെ വേറെ വഴിയില്ല. പറയുന്നത് പട്ടിയെ പേപ്പട്ടിയാക്കി എന്ന് പറഞ്ഞാൽ നിങ്ങളെ പിടിച്ച് കടിച്ച് തിന്നും എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എനിക്ക് സ്പേസ് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ ഞാൻ ലോകത്താരെയാണ് ഉപദ്രവിച്ചിട്ടുള്ളത്? യഥാർത്ഥത്തിൽ ആർക്കാണ് ദ്രോഹപരമായ ഒരു പ്രവൃത്തി ചെയ്തിട്ടുള്ളത്? നിങ്ങൾ എന്നെ പേടിക്കാൻ. ഞാൻ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടോ? ഒരു സ്ത്രീ യഥാർത്ഥത്തിൽ ഞാൻ അവളെ ഉപദ്രവിച്ചു എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ത്രീ കേരളത്തിലുണ്ടോ? ഇതുവരെ ഇല്ല. കള്ളം പറയാമെന്നുള്ളതല്ലാതെ സാധിക്കത്തില്ല. ഇങ്ങനെയുള്ള ഒരുത്തിനെ നിങ്ങളെ ഉപദ്രവിക്കാൻ നടക്കുന്ന ഒരാളാണെന്ന്, നാട് നശിപ്പിക്കാൻ നടക്കുന്നതാണെന്ന് പ്രചരിപ്പിക്കുന്നതിൻ്റെ ആവശ്യം
ഈ മനുഷ്യരെ ചൂഷണം ചെയ്ത് നിൽക്കുന്ന, മറ്റുള്ളവരെ ഉപയോഗിച്ച് തള്ളുന്ന മനുഷ്യരെ പറ്റി നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് പ്രശ്നമായി വരുന്നു എന്നറിയുന്ന കാരണം കൊണ്ടാണ് ഞാനൊരു വേപ്പട്ടിയായി മാറിയത്. വേറെ ഒന്നുമില്ല. ഒരു പേടിയും നിങ്ങൾക്ക് വേണ്ട. ഓക്കെ. ഈ ഒരു നിയമം ഇന്നലെ പറഞ്ഞില്ലേ, ഈ ഒരു മന്ത്രവാദം, ആഭിചാരം എന്നതിനെ കുറിച്ചിട്ട് ശരിക്കും ഒരു ലോ വേണ്ട, അതിനെക്കുറിച്ചൊന്നും വേണ്ട എന്നാണല്ലോ ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ശരിക്കും ഇതിനെ കുറിച്ചിട്ട് താങ്കൾക്ക് ശരിക്കും എന്താ പറയുക? ശരിക്കും അത് ഉള്ളതാണോ? ദൈവത്തെ വിശ്വസിക്കുന്നില്ല എന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആഭിചാരം, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ ശരിക്കും? ദൈവമില്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ? ഇല്ലെങ്കിൽ വേറൊരു അദൃശ്യ ശക്തി, ഒരു എന്താ പറയുക, ഒരു ചെകുത്താൻ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാനൊരു വിശ്വാസിയല്ല. ലോകത്തിനെ പറ്റി പഠിക്കുകയും മനസ്സിലാക്കുകയും ആ പഠിച്ചത് മനസ്സിലാക്കുന്നതനുസരിച്ച് ജീവിക്കുന്ന ആളാണ്. അറിഞ്ഞ് ജീവിക്കുന്ന ആളാണ്. ഇതാ വ്യത്യാസം. വിശ്വാസി എന്ന് നമ്മൾ പറയുന്നത് നമുക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തതിൽ മറ്റൊരാൾ പറയുന്നത് കേട്ട് അത് വിശ്വസിച്ച് കളയാം എന്ന് തീരുമാനിക്കുന്നത്. മുന്നറിവിനെ അല്ല നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കും. ബസ് വരും എന്ന് ഞാൻ വിശ്വസിച്ച് നിൽക്കുന്നു എന്ന് നിങ്ങൾ വിശ്വാസിയാണോ അപ്പോൾ എന്ന് ചോദിക്കുന്നത്? അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 8:10 ബസ് വരുമെന്ന്. ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുന്ന ആളാണ് അറിഞ്ഞ് വിശ്വസിക്കുന്ന ആൾ. അതിനെ മുന്നറിവെന്നാണ് നമ്മൾ പറയുന്നത്. ഞാൻ നേരത്തെ മറ്റുള്ളവർക്ക് അനുഭവമുണ്ട്, ബസ് അവിടെ വരുമെന്നും ഇത് ബസ് സ്റ്റോപ്പാണെന്നുള്ള മുന്നറിവാണ്. അതേ സമയത്ത് വിശ്വാസി എവിടെ നിൽക്കും? പാടത്ത് നിൽക്കും. ബസ് വരുമെന്ന് വിചാരിച്ചു കാരണം പറഞ്ഞിട്ടുണ്ട് പാടത്ത് വരും. അതാണ് വ്യത്യാസം. അതിനെയാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസവും മുന്നറിവിനെയും തമ്മിൽ കൂട്ടിക്കഴിക്കരുത്. ഡോക്ടർ നമുക്ക് വിശ്വാസം ഉണ്ടെന്ന് നമ്മൾ പറയുന്നത് അയാൾ പഠിച്ച് 5 സർട്ടിഫിക്കറ്റും തന്ന് ഒരു ഹോസ്പിറ്റലിൽ ഇരിക്കുന്നു, അയാൾ ഇത്രയും നാൾ കഴിഞ്ഞാണെന്നുള്ള സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മളവിടെ ചികിത്സയ്ക്ക് പോകുന്നത്. അതെൻ്റെ വിശ്വാസം എന്ന് പറയുന്ന സാധനമല്ല, മുന്നറിവാണ്. മുന്നറിവിനെയും വിശ്വാസത്തിനെയും വ്യത്യാസപ്പെട്ട് അറിയേണ്ടത്. ലോകത്തിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാർ അവരുടെ അഭ്യൂഹങ്ങൾ പറഞ്ഞതാണ് നമ്മൾ ഈ പറയുന്ന ദൈവവിശ്വാസത്തിൻ്റെ സ്ഥലം. അത് ഓരോ പ്രദേശത്തും പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഓരോ ആൾക്കാരുടെയും ദൈവങ്ങളുണ്ടായത്. അല്ലെങ്കിൽ കോമൺ ആയൊരു ഫാക്ടറാണെന്നുണ്ടെങ്കിൽ ഇത്രയും ദൈവം ഉണ്ടാവുമോ? അത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അത്. അപ്പം നമ്മൾ മാങ്ങായെപ്പറ്റി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്താൽ പല പേരിട്ട് പല ഭാഷയിൽ വിളിക്കുന്നു എന്നുള്ളതല്ലാതെ മാങ്ങ കണ്ടിട്ട് ഇത് മാങ്ങയാണെന്ന് ഏത് നാട്ടുകാർക്കും അറിയാവുന്ന സ്ഥലത്ത് നമുക്ക് എത്തിക്കാൻ പറ്റും. പക്ഷേ ദൈവത്തിൻ്റെ കാര്യം എടുത്ത രക്ഷയില്ല. അത് പറഞ്ഞാൽ ഓരോ പ്രദേശത്തും അതാത് ഗോത്രത്തിന്, ആ ഗോത്രത്തിനകത്ത് ഓരോ പ്രദേശത്തിനനുസരിച്ചിട്ട് ദൈവങ്ങളുണ്ടാകും. എന്ന് പറഞ്ഞാൽ അഭ്യൂഹം കൊണ്ടുണ്ടാകുന്നതുകൊണ്ടാണ് അങ്ങനെ വ്യത്യാസങ്ങളുണ്ടാകുന്നത്. മനുഷ്യനിർമ്മിതമല്ലാത്ത ഒരു ദൈവവും ലോകത്തില്ല. കോമൺ ആണെന്നുണ്ടെങ്കിൽ കണിശമായിട്ട് മറ്റ് ജീവികളും എടുക്കും. ഇപ്പം നമ്മൾ ഭക്ഷണം നമുക്കും തിന്നാം, പട്ടിക്കും തിന്നാം, പൂച്ചയ്ക്കും തിന്നാം, ഭക്ഷണമായിട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ അത് കോമൺ ആയിട്ടത് കാണും. അതേസമയത്ത് പണം നമ്മൾ പശുവിന് കൊടുക്കാനോ പട്ടിക്ക് കൊടുക്കാനോ നോക്കിയാൽ അവരെടുക്കുമോ? എടുക്കത്തില്ല. കാരണം മനുഷ്യ സങ്കല്പത്തിലുള്ള നമ്മൾ എഴുതി വച്ചിരിക്കുന്ന ഒരു കഥയാണത്. ഇതിനകത്ത് 100 രൂപ കൊടുക്കാമെന്ന്. അത് നമ്മൾ ഉണ്ടാക്കിയ ഒരു സാധനം. ഇന്ത്യ, കേരളം, ഇതൊക്കെ മനുഷ്യനിർമ്മിതമാണ്. കാക്കയ്ക്കും പൂച്ചയ്ക്കും ഒന്നും ഉള്ളത് കോമൺ അല്ല. ഇത്രയാണ് നമ്മൾ അറിയേണ്ടത്. അപ്പം മലയാള ഭാഷ മനുഷ്യനിർമ്മിതമായിരിക്കുന്ന പോലെ, തമിഴ് ഭാഷ മനുഷ്യനിർമ്മിതമായിരിക്കുന്ന പോലെ നമ്മളെല്ലാവരും നിർമ്മിച്ചുണ്ടാക്കിയ സ്ഥലങ്ങളുണ്ട്. അങ്ങനെയാണ് നമുക്ക് കൊച്ചി ഉണ്ടായത്, നമുക്ക് തൃശ്ശൂർ ഉണ്ടായത്. എവിടെയെങ്കിലും നമുക്കിത് കണ്ടെത്താൻ പറ്റത്തില്ല. നോക്കി നടന്നാൽ എഴുതി വെക്കണം, മനുഷ്യൻ എഴുതി വെക്കണം. മനുഷ്യനിർമ്മിതമായ ഒരു ലോകത്തും കൂടാണ് നമ്മൾ ജീവിക്കുന്നത്. അത്രയും നമ്മൾ അറിഞ്ഞാൽ മതി. അല്ലാതെ അതുള്ളതല്ല, നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ ഈ മനുഷ്യർ എല്ലാ സ്ഥലത്തും ഉണ്ടാക്കിയ ദൈവങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. ഇന്ന് നമ്മൾ ശാസ്ത്രം പഠിക്കുന്ന സമയത്ത് ലോകം രൂപപ്പെട്ടു വന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നതാണ് പരിണാമം. ആ പരിണാമം പഠിപ്പിക്കുന്ന സ്ഥലത്ത് തടസ്സമായിട്ട് ഇന്ന് വന്നിരിക്കുന്നത് ലോകം ഉണ്ടാക്കിയതാണെന്ന് പഠിപ്പിക്കുന്നത് വഴിയാണ്. ഉള്ളതിൻ്റെ മാറ്റത്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു നിയമം ഉണ്ടാക്കിയേ പറ്റൂ. അത് പ്രാഥമികമായ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിലെല്ലാം ലോകം മുഴുവനും കൂടെ ഉള്ളത് കൊണ്ട് അടിയന്തരമായി നമ്മളിത് മുഴുവനും കൂടെ എടുത്ത് മാറ്റുന്നതിനെ പറ്റിയുള്ള ചർച്ചയല്ല അത്. പക്ഷേ ലോകത്തിനെ പറ്റിയുള്ള അറിവ്
നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ സമയത്തിൻ്റെ 90% രാവിലെ എണ്ണീറ്റിട്ട് നമ്മളൊരു ഒരു 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 അപകടം പറ്റിയാൽ നമ്മുടെ സമയം ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്നത് ഈ ദൈവത്തിനെ പിടിച്ച് ഇത് കറക്റ്റാക്കാൻ പറ്റുന്നില്ല. യഥാർത്ഥം ചെയ്യേണ്ട കാര്യങ്ങളല്ല ചെയ്യുന്നത്. സമയവും പണവും എല്ലാം നമ്മുടെ രണ്ടും റിസോഴ്സസ് എന്നുള്ളതാണ് നമ്മൾ പണം എന്ന് പറയുന്നത്. റിസോഴ്സസും ടൈമും ഇത് രണ്ടും നമ്മൾ ഇതിനു വേണ്ടി എന്തുമാത്രം ചിലവഴിക്കുന്നതെന്ന് ആലോചിച്ചു. എത്ര ദിവസങ്ങളാണ് ഈ അമ്പലത്തിനും പള്ളിയുടെയൊക്കെ ചുറ്റിനും ആൾക്കാർ പോയി കുത്തിയിരിക്കുന്നത് പ്രശ്നം പരിഹരിക്കാനാണെന്ന് വെച്ചിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണേ. ഇങ്ങനെ പെട്ടുപോയിരിക്കുന്ന ഒരു ജനതയ്ക്ക് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ആരംഭിക്കേണ്ടത്. അത് ആരംഭിക്കേണ്ടെന്ന് തീരുമാനിക്കുന്ന യുക്തി നിലനിൽക്കുന്ന അവസ്ഥ ഉപയോഗിക്കാൻ പറ്റും എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ലോകമായതുകൊണ്ട്. ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഭരണഘടന അല്ലെങ്കിൽ ഉണ്ടാകത്തേ ഇല്ല. കാരണം നിലനിൽക്കുന്നത് സംരക്ഷിക്കണമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇൻ ദ നെയിം ഓഫ് ദ ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഭരണഘടന ഉണ്ടായത്. ഇന്ന് നമുക്കുണ്ടായ ഭരണഘടന വി ദ പീപ്പിൾ എന്നാണ്. അപ്പം നമ്മളാണ് ഈ ലോകത്തിനെ മാറ്റുന്നതെന്ന് പറയുന്ന വാക്കാണ്. അല്ലെങ്കിൽ ദൈവത്തിനെ ആശ്രയിക്കുന്നത് ആദ്യം ഇതാണ് പഴയ കാലത്തെ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ആരംഭിക്കുന്നത്. ഇൻ ദ നെയിം ഓഫ് ലോഡ്. ഏതാ ലോഡ്? അത് കാരണം കൊണ്ട് അവിടുത്തെ പ്രസിഡന്റ് ഇപ്പോഴും ഈ രാജാവിനെ പോലെ പെരുമാറുന്നിടത്ത് നിൽക്കുന്നത്. ഇതാണ് മോഡൽ. നമുക്കിപ്പം മാറ്റാൻ പറ്റുന്നവരായി നിൽക്കുന്നു എന്നുള്ളതല്ലാതെ ഈ സിസ്റ്റം ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇത് അഴിക്കേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ ഈ ഏരിയ പഠിപ്പിച്ചേ പറ്റും. അത് പറയാനും അവകാശം, എനിക്ക് അവകാശമുണ്ട് ഈ വിഷയം പറയാൻ. ഇപ്പോഴും നമുക്ക് ഇവിടെ എന്താണ് മതവിമർശനം എന്ന് പറയുന്നതിന് വേണമെങ്കിൽ വ്യാഖ്യാനിച്ച് എന്നെ അറസ്റ്റ് ചെയ്ത് അവിടെ ജയിലിലിടാൻ പറ്റും. വ്യാഖ്യാനിക്കുന്ന ഒരു രീതിയുണ്ട്. ഇവർ രണ്ട് മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് മതി. അത് ഉദ്ദേശിച്ചിട്ടില്ല, നമ്മൾ അങ്ങനെ പറയാനൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മളൊരു മതത്തിനെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇന്നത്തെ അവസ്ഥയ്ക്കകത്ത് മതപരമായിട്ട് നിന്നാൽ വോട്ട് കൂടുതൽ കിട്ടുമെന്ന് അറിയുന്ന കാരണം കൊണ്ട് ഒരു വിശ്വാസമില്ലാത്തവരാണ് ഇവരെല്ലാവരും. പക്ഷേ വോട്ട് കിട്ടാനായിട്ട് ആളെ പറ്റിച്ച് പാവം പിടിച്ചവരെ ദരിദ്രവാസികളായി തുടരാനായിട്ട് നിർബന്ധിക്കുന്ന സ്ഥലത്താണ് ഈ ദരിദ്രരുടെ കൂട്ട് ദൈവത്തിന് പ്രാർത്ഥിക്കുന്ന ലോകത്താരെങ്കിലും ഉണ്ട്? വെറുതെ ആലോചിച്ച് നോക്ക്. ദൈവത്തിനെ ഇത്രയധികം പ്രാർത്ഥിക്കുന്ന, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരല്ലയോ ദരിദ്രവാസികൾ മുഴുവൻ? ആ അമ്പലത്തിന് മുഴുവൻ മുന്നേ തെണ്ടിയിരിക്കുന്ന മനുഷ്യരില്ലേ? ഇവിടുന്ന് കാശ് കൊണ്ടുപോയി നമ്മൾ ഇടുന്ന സമയത്ത് അവിടെ ഈ തെണ്ടിയിരിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് അവിടുന്ന് കിട്ടാതെ പോയെന്ന് ഇതൊക്കെ നമ്മളിങ്ങനെ വെറുതെ ഒന്ന് ആലോചിച്ചാൽ പോലും നമ്മളിത് ഒരു സെക്കൻഡ് നേരം ആലോചിച്ചാൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം ഈ ലോകത്തിൻ്റെ മാറ്റം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഈ ചെയ്യുന്നത്, ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ ഇപ്പോൾ ഈ നമ്മൾ രണ്ടുപേരോട് ഇരുന്ന് സംസാരിക്കുന്ന ഈ മുറിക്കകത്ത് ഇന്ന് നമ്മൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ കേൾക്കുന്ന ഈ സ്ഥലം ഉണ്ടാക്കിയെടുക്കുന്നതിന് ഏത് റിലീജിയനാണ് സഹായിച്ചിട്ടുള്ളത്? ഭഗവത്ഗീതയ്ക്കകത്ത് ഈ ക്യാമറ ഉണ്ടാക്കുന്നതിനോ ഈ ടെലിവിഷൻ ഉണ്ടാക്കുന്നതിനോ വല്ലതും സഹായിക്കുമോ? ബൈബിളിനകത്ത് സഹായിക്കുമോ? ഖുർആനകത്ത് സഹായിക്കുമോ? ലോകത്തുള്ള ഏതെങ്കിലും ദിവ്യഗ്രന്ഥത്തിനകത്ത് ഈ കൊള്ളാവുന്ന മുറി ഉഷ്ണിക്കാതെ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ മുറി ഇതിനെന്തെങ്കിലും കോൺട്രിബ്യൂഷൻ അവർ ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല. ഈ ഗ്രന്ഥങ്ങളൊന്നും ഇല്ലെങ്കിലും ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ അരിമണി പെറുക്കി അത് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്ന് പഠിപ്പിച്ചവനും, ചെളി എങ്ങനെയാണ് കലമാക്കുന്നതിനും, ഒരു കഷ്ണം തടി എങ്ങനെയാണ് മേശയാക്കുന്നതിനും എന്ന് പറഞ്ഞാൽ ആശാരി മൂശാരിയാണ് ലോകം മാറ്റിയത്. അല്ലാതെ ഈ മഹാമാരി ലോകത്തിൽ ഒരു പുല്ലും ചെയ്തിട്ടില്ല. വെറുതെ ഇരുന്ന് ആളെ പറ്റിച്ച് ഭക്ഷണം കഴിച്ചിട്ടേ ഉള്ളൂ. അതിനുള്ള സ്ഥലം എന്നുള്ളതല്ലാതെ വേറെ ഒരു മീനിങ്ങും അല്ല. അടിമകളാക്കാനല്ലാതെ വേറെ ഒന്നിനും ഇത് ഉപയോഗിക്കാനൊക്കത്തില്ല. സ്വന്തമായി ചിന്തിച്ച് എന്നാൽ നമ്മൾ ഒരു അപകടത്തിൽപ്പെട്ടാൽ ആദ്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവമേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് വേറെ എല്ലാ ജീവികളും ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെ പറ്റിയാണ് ആലോചിക്കുന്നത്. നമ്മളിങ്ങനെ മനുഷ്യനാണ് കണ്ടുപിടുത്തങ്ങൾ നടത്തിയെന്നൊക്കെ പറയും. ഈ പറക്കാൻ കിളി പഠിച്ചത് ഈ മനുഷ്യർ കണ്ടുപിടിച്ചിട്ടാണ്. ഒരു ഈച്ചക്കറിയാൻ പറക്കാൻ, ഒരു കൊതുകിന് പറക്കാൻ അറിഞ്ഞൂടെ? അത് മുമ്പോട്ടും പുറകോട്ടും സൈഡിലോട്ടും എല്ലാം പറക്കാൻ അറിഞ്ഞൂടെ? നമ്മൾ ഈ മനുഷ്യൻ ഭയങ്കര കണ്ടുപിടുത്തക്കാരനാണെന്നൊക്കെ നമ്മൾ പറയുമ്പം ഈ ജീവികളെല്ലാം സയൻറ്റിസ്റ്റുകളാണ്. അവർ പ്രാർത്ഥിച്ചിരിക്കുകയല്ല, അവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ശാസ്ത്രം.
ലോകത്തിൻ്റെ ട്രാൻസ്ഫർമേഷനെ പറ്റി, രൂപമാറ്റത്തിനെ പറ്റി, അത് എങ്ങനെ മാറ്റിയ എന്ത് വരും എന്ന് പറയുന്നതാണ് ശാസ്ത്രം. ഇവിടെ ഈ കാണുന്ന സകല ചെടികളും ശാസ്ത്രജ്ഞരാണ്. നമ്മളെപ്പോലെ മണ്ടന്മാരല്ല അവരാരും. അവർ ലോകത്തിനെ നേരിടുകയാണ് ചെയ്യുന്നത്, പ്രശ്നങ്ങളെ നേരിടുകയാണ് ചെയ്യുന്നത്, പരിഹാരങ്ങൾ കണ്ടെത്തുക ചെയ്യുന്നത്. ഈ കണ്ടെത്തുന്ന ഒരു വിഭാഗം മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. അവരെയാണ് നമ്മൾ ഏറ്റവും മോശം. അവർ വീല് കണ്ടുപിടിച്ചതിൻ്റെ പേര് നിങ്ങൾക്കറിയാമോ? വെറുതെ ചോദിക്കുന്ന ഇല്ല, അറിഞ്ഞോട്ടാ, എനിക്ക് പറഞ്ഞു. അങ്ങനെയാണത്. വീല് കണ്ടുപിടിച്ച കാര്യമുണ്ട്, അതൊരു പ്രധാനപ്പെട്ടതാണെന്ന് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് അവരെ ഓർക്കാത്തത്. ഭാഷ, വാക്ക്, ലിപി എഴുതിയവരെ അറിയാവോ? ഇവിടെ ഒന്നും അറിഞ്ഞൂടാ. ഈ കോന്തന്മാരായിരിക്കുന്ന ഭഗവത്ഗീത എഴുതിയവൻ്റെ പേര് നമുക്കറിയാം, ബൈബിൾ എഴുതിയവൻ്റെ പേരറിയാം. കാശിന് കൊള്ളാത്ത പുസ്തകങ്ങളെ ഇതൊക്കെ യൂസ്ലെസ് ആണ്. അതിൻ്റെ പേര് അവരെ പറ്റിയെല്ലാം നമുക്കറിയാം. പക്ഷെ യഥാർത്ഥത്തിൽ ലോകത്തിനകത്ത് ഈ വസ്ത്രം ഉണ്ടാക്കാൻ തുടങ്ങിയവരെ പറ്റി നിങ്ങൾക്കറിയാം? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഭയങ്കര സംഭവമായിട്ട് വസ്ത്രം ഭയങ്കര സംഭവമാണെന്നൊക്കെ നമ്മൾ പറയാം. ഇത് കണ്ടുപിടിച്ച ആളിനെ പറ്റി അവരാരാണ്? ലോകത്തിനെ യഥാർത്ഥത്തിൽ നമുക്ക് അനുകൂലമാക്കി മാറ്റുന്ന ശാസ്ത്രജ്ഞരെന്ന് പറഞ്ഞാൽ ഐൻസ്റ്റൈനും ന്യൂട്ടനും കഴിഞ്ഞ് ഇത് ഇവരൊന്നുമല്ല ശാസ്ത്രജ്ഞർ. അവർ ശാസ്ത്രത്തിനകത്തെ ഒരു കൂട്ടരാണ്. ശാസ്ത്രജ്ഞരെന്ന് പറയുന്നത് കൃഷിക്കാരാണ്, നെയ്ത്ത് തൊഴിലാളികളാണ്, ആശാരി ചെയ്യുന്നവനും കല ഉണ്ടാക്കുന്നവനാണ് ശാസ്ത്രജ്ഞൻ. ലോകത്തിനെ രൂപപ്പെടുത്തി നമുക്ക് അനുകൂലമാക്കി. ഇപ്പം നിങ്ങളിട്ടിരിക്കുന്ന വാച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്, നിങ്ങളിട്ടിരിക്കുന്ന ആ സ്വർണ്ണ സാധനം, ഇതെല്ലാം രൂപപ്പെടുത്താൻ കഴിവുള്ളവരെയാണ്. ചുറ്റുപാടിനെ നമുക്ക് അനുകൂലമാക്കി ഇണക്കിയതാണ് ശാസ്ത്രം. ഈ ഇരിക്കുന്ന കസേര ഉണ്ടാക്കിയവനാണ് ശാസ്ത്രജ്ഞൻ. ഇത് ചെയ്യുന്ന ആൾക്കാരെ പറ്റി ഓർക്കാൻ പോലും നമുക്ക് പറ്റാത്ത നിലവാരത്തിൽ ഈ അസംബന്ധം പിടിച്ച ഈ വിശ്വാസങ്ങൾ മുഴുവൻ വന്ന് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് പറ്റിയിട്ടുള്ളത്. പക്ഷേ അവിടെ ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് ചില ബുക്കുകളിൽ, മതഗ്രന്ഥങ്ങളിൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെയാണെന്നൊക്കെ പരാമർശിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അവർക്കതിനെക്കുറിച്ച് അറിഞ്ഞിട്ടായിരിക്കുമോ, ഇല്ലെങ്കിൽ ഇത്ര വർഷങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ അത്ര വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ എഴുതി വെക്കുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞു? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളത് നേരിട്ട് വായിച്ചിട്ടുണ്ടോ? അതായത് ഞാൻ കേട്ടിട്ടുള്ളതല്ല, അറിഞ്ഞൊരു കഥ. അതായത് നേരിട്ട് അറിയുന്ന കാര്യമാണോ? അതായത് ഇപ്പോ അതായതെന്ന് പറയണ്ട, വർഷങ്ങൾക്ക് മുന്നേ ഈ പറഞ്ഞ പോലെ ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊരു സംഭവം ഇല്ല, അല്ലെങ്കിൽ അത് ആർക്കും അറിഞ്ഞിരുന്നില്ല. പക്ഷേ ഈ ഒരു സംഭവം ചോദ്യം മനസ്സിലായി. ഞാൻ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ കേട്ടിട്ടുള്ളതല്ലാതെ നിങ്ങളത് വായിച്ചിട്ടുണ്ടോ? ഞാൻ മുഴുവനായിട്ട് വായിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അത് അവിടെ നിൽക്കട്ടെ. ലോകത്ത് നാളെ കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം കഴിഞ്ഞ് ഇവിടെ ഒരു കോമറ്റ് വരും എന്നൊരാൾ എഴുതി വെച്ചാൽ വരും. ആയിരക്കണക്കിന് കോമറ്റുകൾ വരും. ഭൂമി കുലുക്കം ഉണ്ടാകുന്ന ഒരാൾ എഴുതി വെച്ചാൽ ഭൂമി കുലുക്കം ഉണ്ടാകും. വെള്ളപ്പൊക്കം ഉണ്ടെന്ന് എഴുതി വെച്ചാൽ വെള്ളപ്പൊക്കം ഉണ്ടാകും. അത് ആർക്കാ സംശയം? അതല്ല ഞങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അതുണ്ടായതെന്ന്, ഞങ്ങൾ പ്രെഡിക്റ്റ് ചെയ്താണെന്ന് വ്യാഖ്യാനിക്കുന്ന കഴുതകൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് നിങ്ങളത് കേട്ടത്. അത്രേ. ഞാൻ ഈ പുല്ലെല്ലാം വായിച്ചിട്ടുള്ളൊരുത്തനെ. ഈ ദിവ്യ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ പുല്ല് വായിച്ചവനാണ്. അതിനകത്ത് മുഴുവനും ഇങ്ങനെ പറയും, നാളെ നിങ്ങൾക്ക് വയറ്റിളക്കം വരും എന്നെഴുതി വെച്ചാൽ 10 കൊല്ലം കഴിഞ്ഞ് വരുന്ന വയറ്റിളക്കം നിങ്ങൾ അതുമായിട്ട് അസോഷ്യേറ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ. ബാക്കി മുഴുവനും കള്ളം പറഞ്ഞ് ഈ ആളുകളെ പറ്റിക്കുന്നവരുടെ വ്യാഖ്യാനം. ഇതിനെല്ലാം വ്യാഖ്യാനക്കാരുണ്ട്. ഇപ്പോൾ ഖുർആന് ഹദീസ് എന്ന് പറഞ്ഞ വ്യാഖ്യാനമുണ്ട്. ഇവിടുത്തെ ബ്രഹ്മസൂത്രത്തിന് ഒരു 10 വ്യാഖ്യാനമുണ്ട്. എന്താണ്, ഭഗവത്ഗീത എടുത്ത 500 വ്യാഖ്യാനമുണ്ട്. വ്യാഖ്യാനക്കാരന്മാർ അതാത് കാലത്ത് ആളെ പറ്റിക്കാൻ വേണ്ടി അവനറിയുന്ന അറിവും കൂടെ അതിനകത്ത് ഇട്ടിട്ട് പറയുക ചെയ്യുന്നത്. നിങ്ങൾ അവിടെ പോയി വായിക്കത്തില്ല, അതവർക്കെല്ലാവർക്കും അറിയാം. ഇത് മെനക്കെടാൻ നിങ്ങൾ പോകത്തില്ലെന്നറിയാം. ഇവൻ്റെ എല്ലാം വ്യാഖ്യാനത്തിനകത്തല്ലാതെ ഈ ഒരു പുല്ലും ഇതിനകത്തൊന്നുമില്ല. ശുദ്ധ അസംബന്ധം പിടിച്ച കാര്യങ്ങൾ പഴയ കോന്തന്മാർ എഴുതി വച്ചിരിക്കുന്ന അവനെല്ലാം ഈ ഋഷി എന്ന് വിളിക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു കാര്യവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഒരു മൊട്ടുസൂചി ഉണ്ടാക്കാനുള്ള അറിവ് ഈ ഗ്രന്ഥങ്ങളിൽ ഒന്നിലുമില്ല. അത് വേറെ ആൾക്കാരുടെ, അവരെ ഒന്നും നമ്മൾ ഓർക്കുന്നില്ല. ഒരു പ്രവചനവും അതിനകത്തില്ല. ഇവന്മാരുടെ ആരോപിച്ച പ്രവചനങ്ങളല്ലാതെ.
ഇപ്പോൾ എന്താണ് ഈ കണ്ണു അടച്ചിരുന്ന ഒരു സ്ത്രീ പറഞ്ഞ കാര്യമൊക്കെ പറയും. നോസ്ട്രഡാമസിനെ പറ്റി പറയും. ഇതൊക്കെ ഇങ്ങനെ എന്തെല്ലാം സാധനങ്ങൾ പറയാമെന്നറിയാം. എന്ത് വേണേലും പറയാൻ പറ്റും. ഞാനൊരു 500 പ്രവചിച്ച് തരാം. നാളെ സൂര്യൻ ഉദിക്കും. ഞാൻ കുറേ നാൾ കഴിയുമ്പോൾ ചത്തുപോകും. ഞാൻ മൂക്കിൽ കൂടെ നാളെയും ശ്വാസം എടുക്കും. ഇതെല്ലാം നാളെയും ഞാൻ എടുക്കത്തില്ല. കറക്റ്റായിട്ട് പറഞ്ഞില്ലേ? ഇതുപോലെ എത്ര വേണേ ഇത് അപ്പൊ നിങ്ങൾക്ക് ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള്. ഞാൻ പറഞ്ഞ അതാ വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഭൂമി കുലുങ്ങും. അത് തന്നെയാണ്. അതല്ലാതെ ഒരു എണ്ണമില്ല. ഈ പറയുന്നവരാരെങ്കിലും ഞാൻ പറഞ്ഞ നിങ്ങളും ഞാനും കാണത്തില്ല അത് പരിശോധിക്കാനും. അതുകൊണ്ട് അത് വെറുതെ പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു ദൈവത്തിനെങ്കിലും വിവരമുണ്ടെങ്കിൽ AK-47 കൊടുക്കത്തില്ലേ ഈ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ? നല്ല ആയുധം അതല്ലേ. അതിന് അമ്പും വില്ലും കൊടുക്കുമോ പണ്ട്? വെറുതെ നോക്ക്. രാമൻ പ്രാർത്ഥിച്ചപ്പോൾ കോദണ്ഡം കിട്ടി. കർണൻ പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ പേര് മറന്നുപോയി. മറ്റേ ഗാന്ധീവം അർജുനൻ പ്രാർത്ഥിച്ചപ്പോൾ ഇതെന്താണ് ഈ വില്ല് കൊടുക്കുന്നത്? AK-47 കൊടുക്കാൻ ഞാൻ എന്താ? അത് അറിഞ്ഞുകൂടാ. അറിയാവുന്നതേ കൊടുക്കത്തുള്ളൂ. ഇവരെ പ്രവചിക്കുക ആയിരുന്നെന്നുണ്ടെങ്കിൽ റോക്കറ്റിനെ പറ്റി പ്രവചിച്ചേനെ. ഇല്ല, അങ്ങനത്തെ ഒരു പ്രവചനവും ഇല്ല. സെൽഫോണിനെ പറ്റി പ്രവചിച്ചേനെ. അത്രയും വലിയൊരു സംഭവം നമ്മുടെ ലോകത്ത് നിന്നില്ല. ഇതുവരെ മനുഷ്യൻ കണ്ടുപിടിച്ചാൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണ് ഈ സെൽഫോൺ എന്നത്. ഒറ്റ ഒരുത്തം പ്രവചിച്ചിട്ടില്ല. ഇതൊന്നും ഇല്ല. മറ്റേതാ പറയുന്നത്, വെള്ളപ്പൊക്കം വരുമെന്നും തീ ഉണ്ടാകുമെന്നും ഭൂമി കുലുങ്ങുമെന്നും അവിടുത്തെ രാജാവ് പ്രസിഡന്റ് ആകുമെന്ന് പറയാൻ അവർക്ക് പറ്റത്തില്ല. രാജാക്കന്മാർ ആകുമെന്നേ പറയത്തുള്ളൂ. കാരണം രാജാക്കന്മാരെ അറിയാറുന്നുള്ളൂ. പക്ഷെ അതിപ്പോഴത്തെ പ്രസിഡൻ്റാക്കി മാറ്റുന്നത് ഈ വ്യാഖ്യാനക്കാരാണ്. ഇങ്ങനെയാണ് ഇതെല്ലാം ഉള്ളത്. നിങ്ങൾ ഈ പറയുന്ന ഒരു പുല്ലും അതിനകത്ത് അറിഞ്ഞുകൂടാ. ഒരു സാധനമില്ല. നമുക്കിന്ന് മാത്തമെറ്റിക്കലായിട്ട് ശാസ്ത്രീയമായിട്ട് നമുക്ക് കുറേ പ്രവചിക്കാൻ പറ്റുന്ന കുറേ സാധനമുണ്ട്. അത് തന്നെ നമുക്ക് ഒരു സ്ഥലത്തിനപ്പുറത്തോട്ട് പ്രവചിക്കാൻ പറ്റത്തില്ല. കാരണം അതിനേക്കാളും ഫാക്ടേഴ്സ് ലോകത്തുണ്ട്. അതുകൊണ്ട് ശാസ്ത്രീയമായ പ്രവചനത്തിനും അതിന് ഒരു സ്ഥലത്തിനപ്പുറത്ത് പറ്റത്തില്ല. ഇതൊക്കെ നമ്മൾ അറിയണം. അതുകൊണ്ട് ഒരു പ്രവചനവും കൊണ്ട് ഈ പറയുന്ന ന്യായമൊന്നും ഉണ്ടാകത്തില്ല. അതൊക്കെ ഞാൻ പറഞ്ഞാൽ വെറുതെ ഈ ശുദ്ധ അസംബന്ധം പിടിച്ച പാവം പിടിച്ച ആൾക്കാരെ പറ്റിക്കാൻ പറയുന്ന കഥകളെന്നുള്ളതല്ലാതെ ജീവിതവുമായി അതിനൊന്നും ഒരു ബന്ധമില്ല. പ്ലേഗ് വരും എന്ന് പറയുന്നത് ഇങ്ങനെ, പ്ലേഗിന് മരുന്ന് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വസൂരി ദൈവത്തിൻ്റെ പോർട്ട്ഫോളിയോയിലുള്ളതല്ലായിരുന്നു. ഇവിടുത്തെ എന്താണ് മാരിയമ്മയുടെ അല്ലേ? ഇപ്പോൾ അവർ തൊഴിലില്ലായ്മ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാകത്തില്ലേ? വെറുതെ ആലോചിച്ച് നോക്കി. അവരുടെ പോർട്ട്ഫോളിയോയിലുള്ളതല്ലേ? അവരെന്തായിരിക്കും ചെയ്യുന്നത്? മാരിയമ്മ ഇപ്പം എന്തായിരിക്കും ചെയ്യുന്നത്? പാവമല്ലേ? ഇവിടുത്തെ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ട് അവർക്ക് ഈ പെൻഷൻ പദ്ധതിയിൽ പെടുത്തണം. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പ്രവചനവും ഇത്തരത്തിൽ ഇല്ല. മറ്റേതൊക്കെ ആർക്കും പറയും. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലയോ? അതൊക്കെ നടക്കുന്ന കാര്യമല്ലേ പറഞ്ഞു. അത്രയേ ഉള്ളൂ അവർ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതില്ല. ആൾദൈവങ്ങളോ? ആൾദൈവം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് മതി എനിക്ക് ആൾദൈവമാകാൻ. സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ, മര്യാദ കൊണ്ട് നമ്മളിങ്ങനെ മോഹൻലാലിന് ആൾദൈവമാകാൻ പറ്റും. അറിയപ്പെടുന്നതുകൊണ്ട് അടിച്ച് ഇന്ന പുലി വരുന്നു എന്ന് പറഞ്ഞ് റോഡ് സൈഡിൽ എഴുതി വെച്ചാൽ വരുന്ന എല്ലാവർക്കും കാണാൻ പറ്റും പുലി വന്നു എന്ന്. അങ്ങനെ പരസ്യ പ്രചാരണം നടത്തിയിട്ടുണ്ടാകുന്നതാണ് ഈ ആൾദൈവമൊക്കെ. ഞാനിപ്പോൾ ഈ കൊച്ചിയിലുണ്ടെന്നുള്ള കാര്യം ഇവിടെ ഒരു പോസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ 100 കണക്കിന് ആൾക്കാർ കൂടും. ഒരുപാടുമില്ല, പ്രചരിപ്പിച്ചിട്ടുണ്ടാക്കുന്ന സാധനങ്ങളേ ഉള്ളൂ. അല്ലാതെ ഒരു പുല്ലും ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഉള്ള ഏത് ദൈവത്തിനെയും എൻ്റെ ദേഹത്തെ ഈ പൂട കറപ്പിക്കാൻ കഴിവുള്ളവരുണ്ട്. ഒന്നുമില്ല, വെറുതെ പറയുന്നതല്ലേ. ഒറ്റ അടി കൊടുത്താൽ തീരുന്ന ആൾദൈവമേ ഉള്ളൂ. എന്നിട്ട് എന്തായിരിക്കും താങ്കൾ അവരെ ആരും അടിക്കാത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ കൈ നാറും. അതുകൊണ്ട് അത്ര മാലിന്യങ്ങളാണ്. നിങ്ങൾ മാലിന്യം കൈ കൊണ്ട് എടുക്കുമോ? ചെയ്യത്തില്ല. അപ്പോൾ അത് നമ്മളങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ദ്രോഹികളാണ്. അപ്പോൾ ഇപ്പോൾ അടുത്ത് ഞാനൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് ഒരു അമ്പലം, ഒരു ട്രസ്റ്റിൽ
അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നു, പീഡനക്കേസിൽ പെടുത്തുന്നു, അതിന് വീണ്ടും അതിങ്ങനെയെല്ലാം കുടുംബ വഴക്കാണെന്ന് പറയുന്നു. അപ്പോൾ അവിടെയോ ഈ പറഞ്ഞ പോലെ അമ്പലവും ആ ദൈവത്തിന് അവരുടെ വഴക്ക് തീർക്കാനും കൂടെ കഴിഞ്ഞിട്ടില്ലല്ലോ. ലോകത്തുള്ള ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഈ കുട്ടിച്ചാത്തൻ്റെ സേവകരെന്ന് പറയുന്ന ഈ സിനിമാക്കാരാണ്. എത്ര സിനിമ എടുത്തോ അത്രത്തോളം കുട്ടിച്ചാത്തം വളരും. കാരണം അത്രത്തോളം അൺസർട്ടനിറ്റി ഉണ്ട്. സിനിമ എടുത്താൽ ഇത് വിജയിക്കുന്ന ഒരു വിവരവും അവന്മാർക്കില്ല. അത് കാരണം കൊണ്ട് മുഴുവൻ പോയിട്ട് ഇവിടുന്ന് ഇവിടെ വരെ എന്താണ് കെട്ടുകളുമായിട്ട് നിൽക്കും. 500 മോതിരമൊക്കെ കാണും ഈ പ്രൊഡ്യൂസർമാർ സംവിധായകന്മാർക്ക്. കാരണം അൺസർട്ടൻ ആയിട്ടുള്ളൊരു പണിയാണ് ഈ സിനിമ. അത് കാരണം കൊണ്ടാണ് കുട്ടിച്ചാത്തൻ വളർന്നത്. ആ കുട്ടിച്ചാത്തൻ സിനിമാക്കാരാണോ? ആ സിനിമാക്കാരാണ് അവിടെ പോയി കാശെല്ലാം കൊടുത്തോണ്ടിരിക്കുന്നത്. കാരണം അവർ രാവിലെ പൂജ, വൈകുന്നേരം പൂജയൊക്കെ കണ്ടിട്ടില്ലേ? അവന്മാരുടെ ആണിൻ്റെ കാശ്, എൻ്റെ പകുതി കാശ് അവന്മാർ ഈ കുട്ടിച്ചാത്തന് കൊടുക്കുന്നുണ്ടെന്ന്. ബാക്കിയുള്ളത് ഈ തൊഴിലാളികൾക്കൊന്നും കാശ് കൊടുക്കത്തില്ല, കുട്ടിച്ചാത്തന് കൊടുക്കും. അതുപോട്ടെ, കുട്ടിച്ചാത്തന് ആ വീട്ടിലെ വഴക്ക് തീർക്കാനെങ്കിലും ഉപയോഗപ്പെടണ്ടേ മിനിമം. സ്വന്തം ആരാധകരെ പ്രചരിപ്പിക്കുന്നവർ അവർ തമ്മിലുള്ള വഴക്കാണെന്ന് പറയുമ്പോൾ ഈ കുട്ടിച്ചാത്തന് എന്തെടുക്കുകയായിരുന്നു? അതെന്താ ആ ചോദ്യം ഇല്ലാത്തത്? നമ്മൾ ഉപയോഗപ്രദ ഒരു കാര്യമില്ലാത്ത ചോദ്യോത്തരമാണ് ഇപ്പം നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മനസ്സിലാക്കാനുള്ളത്, ഈ പാവം പിടിച്ച മുഴുവൻ ആൾക്കാരെയും പറ്റിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയവരാണ്. അതുകൊണ്ടാണ് അതൊക്കെ നടക്കുന്നത്. ഇതിനെതിരായിട്ടൊരു നിയമം ഉണ്ടാക്കണമെന്ന് ആലോചിക്കാത്ത പുരോഗമന രാഷ്ട്രീയക്കാരെയും കൂടെ നമ്മൾ കാണാൻ അനുഭവിക്കാനും കൂടെ വരുന്നത് കഷ്ടം എന്ന് പറയാം. അത്രേ പറയാം.